സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ നടക്കുന്ന പ്രതിഷേധം അക്രമാസക്തമായതോടെ 4 പേർ കൊല്ലപ്പെട്ടത് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൊന്നായിരുന്നു. പ്രതിഷേധക്കാർ ബിജെപി ഓഫീസിനെ തീയിടുകയും അവരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു. നിരാഹാര സമരം നടത്തിയിരുന്ന 2 പേർ തളർന്നു വീണതിനെ തുടർന്ന് ലേ നഗരം സമ്പൂർണ്ണമായി അടച്ചിടാൻ പ്രതിഷേധക്കാരായ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ആഹ്വാനം ചെയ്തു. ജമ്മുകാശ്മീരിനെ വിഭജിച്ച് 2019 നരേന്ദ്രമോദി സർക്കാർ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയത്. സംസ്ഥാന പദവി, ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ ബാധകമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി വർഷങ്ങളായി തുടരുന്ന സമരത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് ലഡാക്ക് എപെക്സ് ബോഡിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 10 വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ 15 പേർ നിരാഹാര സമരം തുടങ്ങി. അനിശ്ചിതകാല നിരാഹാര സമരം 14 ദിവസം പിന്നിട്ടപ്പോൾ സമരം ചെയ്യുന്നവരിൽ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതാണ് പ്രക്ഷോഭത്തിനിടയാക്കിയത്. അക്രമപാത ഉപേക്ഷിക്കാൻ യുവാക്കളോട് അപേക്ഷിക്കുന്നതായും നിരാഹാര സമരം പിൻവലിച്ചതായും നേതാക്കളിൽ ഒരാളായ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് വ്യക്തമാക്കിയിരുന്നു. ലഡാക്കിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനുള്ള ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെ രാജ്യാന്തര ശ്രദ്ധ നേടിയ സോനം വാങ്ചുക്കിനെ 2018 ഏഷ്യയിലെ ഉന്നത ബഹുമതിയായ റമൺ ബാഗ്സെ പുരസ്കാരം ലഭിച്ചിരുന്നു. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായതിനു പിന്നാലെ സ്വയംഭരണത്തിനു വേണ്ടി സമാധാന മാർഗത്തിലുള്ള സമരത്തിനാണ് വാങ്ചുക് നേതൃത്വം നൽകി വന്നത്. പ്രക്ഷോഭം അക്രമാസക്തമായതിനു കാരണം സോനത്തിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങളാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ആരോപണം. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിനെ സംസ്ഥാന പദവിയും സ്വയംഭരണവും ആവശ്യപ്പെടുന്ന പരിസ്ഥിതി ആക്ടിവിസ്റ്റായ സോനം വാങ്ചുക്കിന്റെ സ്ഥാപനത്തിനെതിരെ CBI അന്വേഷണം ആരംഭിച്ചു. സോനം വാങ്ചുക്കിന്റെ സ്ഥാപനമായ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്ക് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചെന്ന ആരോപണത്തെക്കുറിച്ചാണ് അന്വേഷണം. വാങ്ചുക് ഈ വർഷം ഫെബ്രുവരി 6 പാകിസ്ഥാൻ സന്ദർശിച്ചതിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. സ്ഥാപനത്തിന് ഭൂമി നൽകിയ നടപടി ഓഗസ്റ്റിൽ ലഡാക്ക് ഭരണകൂടം റദ്ദാക്കുകയും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 70-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ സാമൂഹ്യ പ്രവർത്തകനായ സോനം വാങ്ചുക്കിനെ കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തി. നിരാഹാര സമരം പിൻവലിക്കാൻ നിരവധി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും സോനം അത് തുടർന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എക്സ് പോസ്റ്റിൽ ആരോപിക്കുന്നു. അറബ് വസന്തത്തിന്റെ ശൈലിയിലുള്ള പ്രതിഷേധത്തെക്കുറിച്ചും നേപ്പാളിലെ ജൻസി പ്രതിഷേധങ്ങളെക്കുറിച്ചും പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തി ജനങ്ങളെ സോനം തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ലേയിൽ ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്ത പ്രഖ്യാപിച്ച കർഫ്യൂ തുടരുകയാണ്. ഏറ്റുമുട്ടലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ലഫ്റ്റനന്റ് ഗവർണർ ആരോപിച്ചത്. അക്രമത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. CRPF ജവാന്മാരെ വാഹനത്തിനുള്ളിൽ വെച്ച് ചുട്ടുകളയാൻ പോലും ജനക്കൂട്ടം ശ്രമിച്ചെന്നും ലഡാക്ക് DGPയുടെ വാഹനത്തിനും നേരെ കല്ലെറിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. लद्दाख के मेरे भाइयों और बहनों, आज बड़े दुखी हृदय के साथ आपसे रूबरू होना पड़ रहा है। हम जानते हैं कि लोकतांत्रिक व्यवस्था में अपनी बात कहने का सभी को हक है और कहनी भी चाहिए, लेकिन कुछ दिनों से जिस प्रकार से हम जानते हैं लद्दाख में एक अनशन रखा गया और हम चाहते हैं कि अनशन एक लोकतांत्रिक व्यवस्था का एक पार्ट है, लेकिन पिछले 1-2 दिनों से जिस प्रकार से लोगों को भड़काया जाना, नेपाल और बांग्लादेश के साथ उसकी तुलना करना, कुछ लोग हम आने वाले समय में आग लगा देंगे, ये कर देंगे, पॉलिटिकल पार्टीज के ऑफिस को करेंगे, लोगों के घरों में जाकर के उनको मारेंगे, ये कौन सा तरीका है? इस प्रकार के जो तरीके हैं इसको हम लोकतंत्र की व्यवस्था के खिलाफ मानते हैं। हम जानते हैं पिछले दिनों से जो एक मांगों को लेकर के बात चल रही है, केंद्र सरकार द्वारा इसकी बात मानी गई और ये कहा गया कि बातचीत को दोबारा से शुरुआत की जाएगी। हमने तो कोई नाम तय नहीं किए, नाम आपने तय किए और ये भी तय हो गया कि इस दिन हम बात करेंगे, लेकिन उसके बावजूद वहां पर आकर के एक ग्रुप आता है, धरने में जाता है, धरने के बाद निकलता है और आकर के जगह जगह पर आग लग जाती है, पत्थरबाजी होती है।
ये लद्दाख की परंपरा नहीं है। मुझे आशा ही नहीं पूर्ण विश्वास है कि जो लोग इसके पीछे हैं उनकी जांच तो की ही जाएगी, लेकिन वो इस लद्दाख के शांति व्यवस्था को खराब करने के लिए आए हैं, यहाँ का माहौल खराब करने के लिए आए हैं। जो आज कुछ जानने गई हैं वो उसके जिम्मेवार हैं। इस प्रकार के लोगों को बर्दाश्त नहीं किया जा सकता। मैं एक बार ये जो लोग भड़का रहे थे, मैं शांति व्यवस्था की दोबारा से अपील करता हूं, और जिन लोगों ने आज के इस सभी व्यवस्था को खराब करने के लिए ये कोशिश की, जब हमने सुबह यहाँ पर सीआरपी पुलिस को डिप्लॉय किया था, सिर्फ ठीक है एक बंद का आह्वान किया गया उस व्यवस्था को बनाने के लिए, लॉ एंड ऑर्डर रखने के लिए। वहां पर हमारे सभी जो पुलिसकर्मी हैं उनके हाथ में लाठियां दी गई थी, लेकिन सीआरपीएफ के लोग गाड़ी के बीच में बैठे हैं और उनको जलाने का प्रयास किया जाता है। ये कहां का इंसाफ है? क्या हम अपने जवानों की जान इसी प्रकार से जाने देंगे? उसके बाद कुछ लोग डायरेक्टर जनरल पुलिस, जो कि यहाँ की लॉ एंड ऑर्डर को मेंटेन रखते हैं, कई वर्षों से यहाँ पर सेवा का काम कर रहे हैं, उनकी गाड़ी पर बड़े बड़े पत्थर मारे जाना, ये कहाँ का इंसाफ है? क्या इसके पीछे कोई साजिश करने वाले लोग नहीं हैं? मैं लद्दाख के शांति प्रिय लोगों से ये कहना चाहता हूं, आप इस चीज को समझिए। कुछ लोग अपने मफाद के कारण से पूरे लद्दाख की जो सुरक्षा व्यवस्था है उनको खराब करने का प्रयास कर रहे हैं। मैं लद्दाख की जनता के साथ हूं, मैं लद्दाख के नौजवानों के साथ हूं, और लद्दाख के नौजवान जब भी मुझसे मिलने आते हैं मैंने कभी किसी को मना नहीं किया। और जिस प्रकार से उनके भविष्य की हम बात सोच रहे हैं, चाहे वो टूरिज्म के माध्यम से, चाहे वो एजुकेशन के माध्यम से, या हेल्थ के माध्यम से, और नई नई नौकरियों का यहाँ पर नोटिफिकेशन जारी हो रही है। कुछ लोग चाहते हैं कि कोई भी व्यक्ति यहाँ पर नौकरियों में ना जाए, उनका रिकॉर्ड खराब किया जाए, उनका फ्यूचर खराब किया जाए। क्या उनका जो पुलिस का रिकॉर्ड है वो खराब नहीं होगा? इस चीज को समझने की जरूरत है। और मैं एहतियातन तौर पर हमने कर्फ्यू लगाया है, उन लोगों को भी बख्शा नहीं जाएगा जिन लोगों ने यहाँ पर माहौल खराब किया है। और मैं आपके माध्यम से भी ये कहना चाहता हूँ कि यहाँ पर लोगों की जो इन्वॉल्वमेंट है शांति व्यवस्था को बनाने में होनी चाहिए। हमारी जो रिलीजियस लोग हैं, हमारे जो राजनीतिक पार्टियां हैं, मैं उनसे भी अपील करता हूं कि इस प्रकार के जो लोग जो उनको चिन्हित कीजिए, आइडेंटिफाई कीजिए और उनको रोकिए। आओ हम सब मिलजुल करके लद्दाख में एक शांतिपूर्ण व्यवस्था को कायम करें। जो एहतियातन थोड़ा कर्फ्यू लगाया गया है, जो लोग इसमें जिन्होंने जानें गंवाई हैं उनके परिवार के प्रति संवेदना व्यक्त करता हूं, लेकिन आइंदा इस प्रकार से ये सभी चीजें इसके लिए की गई ताकि और ज्यादा यहाँ पर कैजुअलिटी करने का जो प्रयास किया जा रहा था उसको हमने रोका है। बहुत बहुत धन्यवाद। हम सब इसके बारे में सोचें और लद्दाख की शांति व्यवस्था बनाए रखें। धन्यवाद। ലഡാക്കിലെ ജനങ്ങൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം നൽകാൻ സർക്കാർ ബാധ്യസ്ഥനാണ്. പ്രകോപനപരമായ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്ന് സർക്കാർ അഭ്യർത്ഥിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിനെ സംസ്ഥാന പദവി നൽകുക, ഭരണഘടന പ്രകാരം 6ാം ഷെഡ്യൂളിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ആരംഭിച്ചത്. സംസ്ഥാന പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ലേയിലെ അപ്പെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവർ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു ഉന്നതാധികാര സമിതിയുടെ യോഗം ഒക്ടോബർ 6 നടത്താൻ കേന്ദ്ര സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. കാലാവസ്ഥാ പ്രവർത്തകൻ സോനം വാങ്ചുക് നയിച്ച നിരാഹാര സമരവും പ്രദേശത്ത് തുടരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിരുന്നു. അതേസമയം അക്രമം നിർഭാഗ്യകരമായി പോയെന്ന് സാമൂഹിക പ്രവർത്തകനും പ്രതിഷേധങ്ങൾ നയിക്കുന്ന ആളുമായ സോനം വാങ്ചുക് പറഞ്ഞു. ഇത്തരം അസംബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് യുവജനതയോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ ആവശ്യത്തിനുമേൽ നഷ്ടങ്ങൾ വരുത്തുമെന്ന് വാങ്ചുക് സമൂഹമാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചു. दोस्तों, आज हमारे अनशन के 15वें दिन ये बताते हुए बहुत दुख हो रहा है कि आज लेह शहर में कुछ बड़े पैमाने पर हिंसा और तोड़ फोड़ होने लगी। कई कार्यालयों को
तोड़ा गया, आग लगा दी गई और गाड़ियों को पुलिस के आग लगा दी गई। इससे पहले मैं आपको ये बताऊं कि कल यहाँ पर जो 35 दिन के अनशन पे बैठे थे उनमें से 2 लोग अस्पताल में उन्हें ले जाना पड़ा बहुत गंभीर स्थिति में। इससे लोगों में बहुत रोष जागा और आज पूरे लेह में बंद की घोषणा की गई और फिर युवा पीढ़ी हज़ारों की संख्या में बाहर आ गए। कुछ लोग सोचते हैं कि ये हमारे समर्थक थे। मैं कहूँगा हमारे समर्थक से ज़्यादा, हालांकि समर्थक पूरा लद्दाख है इस मुद्दे पर लद्दाख के, मगर ये युवा पीढ़ी का बड़ास था, एक तरह का जेन ज़ी रेवोल्यूशन जो कि उनको सड़कों पे लाया। 5 सालों से वो बेरोज़गार हैं, एक के बाद एक बहाने करके उन्हें नौकरियों से बाहर रखा जा रहा है और फिर लद्दाख को संरक्षण नहीं दे रहे हैं। मैं हमेशा बोलता आया हूँ कि ये नुस्खा है समाज में अनरेस्ट का, सोशल अनरेस्ट का, कि आप बिना काम काज के युवा को रखें और उनके जो लोकतांत्रिक अधिकार हैं उनको भी छीन लें ना। आज यहाँ पर कोई लोकतंत्र का मंच नहीं है और 6वां शेड्यूल जिसकी घोषणा की थी, वचन दिया था, वो भी नहीं माना गया। फिलहाल मैं इनमें नहीं जाना चाहूँगा। मैं अपील करता हूँ लद्दाख के युवा पीढ़ी से कि वो जो भी हो इस रास्ते पर न चलें, हिंसा के रास्ते पर। ये मेरे 5 साल के कोशिशों को नाकाम कर देता है। अगर हम इतने सालों से अनशन कर रहे हैं, शांति से पदयात्रा कर रहे हैं और फिर अंत में अगर हिंसा कर बैठे तो ये हमारा रास्ता नहीं है। इसलिए मैं फिर युवा पीढ़ी से हाथ जोड़कर विनती करता हूं कि हम शांति के ही रास्ते से सरकार को कहें और सरकार भी, मैं चाहता हूं कि शांति के संदेश को सुने। जब वो शांति को अनसुनी कर दें, 1 बार अनशन, 2 बार अनशन, 5 बार तक अनशन करे कोई, लेह से दिल्ली तक पैदल चले आएँ शांति से और उसका भी कोई अनसुना कर दे तो फिर इस तरह के हालात आते हैं। इस समय मैं सरकार से कहूँगा कि वो संवेदनशील हो लद्दाख के बारे में और युवा पीढ़ी से कहूँगा कि वो शांति के रास्ते पे चले। मैं पूरे देश से ये बताना चाहता हूँ कि ये रास्ता मेरा दिखाया हुआ नहीं है। ഇതിനിടെ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു. കോൺഗ്രസ് കൗൺസിലർ ഫണ്ട്സോങ് സ്റ്റാൻസിൻ സെപാഗിനെതിരെയാണ് കേസെടുത്തത്. ജനക്കൂട്ടത്തിന്റെ ഭാഗമായി നിന്ന് ഫണ്ട്സോങ് അക്രമത്തിന് നേതൃത്വം നൽകിയെന്ന് BJP ആരോപിച്ചു. ഇതു സംബന്ധിച്ച ചിത്രങ്ങളും BJP പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം സംഘർഷത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് BJPയുടെ വാദം. ലഡാക്കിനെ 6ാം ഷെഡ്യൂൾ വിപുലീകരണവും സംസ്ഥാന പദവിയും ആവശ്യപ്പെട്ട് കേന്ദ്രവുമായി നടത്താനിരിക്കുന്ന ചർച്ചകൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളിൽ ഇനി അടുത്ത റൗണ്ട് ചർച്ച ഒക്ടോബർ 6-നാണ്.